ചെക്ക് ഡാം വന്നതോടുകൂടി പുഴ വലിയ അപകടകാരിയായി മാറിയതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ മുമ്പും സമാനമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം സംഭവിച്ചത്. പുറമേക്ക് അപകട സാധ്യതയുള്ളതെന്ന് തോന്നിക്കാത്ത ഈ പുഴയാണ് 2 ജീവനുകൾ കവർന്നെടുത്തത്. മകൾ കയത്തിലേക്ക് മുങ്ങിത്താഴുന്നത് കണ്ട് അമ്മ ജോമിനി ജീവൻ കയ്യിലെടുത്താണ് കയത്തിലേക്ക് നീന്തിച്ചെന്നത്. ആ ശ്രമം വിഫലമാവുകയും ജോമിനിയും കയത്തിലകപ്പെടുകയുമായിരുന്നു. നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കോതമംഗലം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ജീവന്റെ തുടിപ്പുകൾ അവശേഷിച്ചിരുന്ന ജോമിനിയെ ആദ്യം കരക്കെത്തിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിയയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കോതമംഗലം മാർ ബസേലിയോസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജോമിനിയെ ഞായറാഴ്ച ഉച്ചയോടെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. മരിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചെക്ക് ഡാം വന്നതോടുകൂടി ഈ ഭാഗത്ത് പുഴ വലിയ അപകടകാരിയായി മാറിയിട്ടുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയാണ് അവർ കുളിക്കാൻ ഇറങ്ങിയത്. അവരുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വേറെയും കുറേ ആൾക്കാർ കുളിക്കാനുണ്ടായിരുന്നു. സംഭവമുണ്ടെങ്കിൽ കൊച്ചു കുളിച്ച് കയറി പോകുന്ന വഴിക്ക് ചെറിയൊരാഴത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ള നമുക്ക് കിട്ടുന്ന സൂചനകൾ. അതിൻ്റെ കൂടെ അമ്മയും കൊച്ചിനെ രക്ഷിക്കാൻ ചാടി. ചെക്ക് ഡാം വന്നതോടുകൂടി പുഴ രീതികളെല്ലാം മാറിപ്പോയി. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒഴുക്ക് വരും. അതാണ് പല അപകടവും പറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പും അപകടം ഇവിടെ പറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.